ഇന്നലെ ചേർന്ന പാക് താലിബാൻ ശൂറ യോഗമാണ് വെടിനിർത്തലിന് തത്വത്തിൽ അംഗീകാരം നൽകിയത്. വസീറിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക, തടവുകാരെ മോചിപ്പിക്കുക എന്നിവയാണ് വെടിനിർത്തലിന് താലിബാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഉപാധികൾ സർക്കാർ അംഗീകരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് മുൻകൈയെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രത്യേക മധ്യസ്ഥരെ നിയോഗിച്ച് പാക് സർക്കാർ നടത്തിയ അനുരഞ്ജന ചർച്ചകളെ തുടർന്നാണ് താലിബാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അതേസമയം ചർച്ചകൾക്കിടെ ആക്രമണങ്ങൾ നടത്തുന്നത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്ന് മധ്യസ്ഥരും സർക്കാരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ പോരാളികൾക്കെതിരെ ആക്രമണം നടത്തരുതെന്ന് താലിബാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഉത്തര വസീറിസ്ഥാനിൽ വെടിനിർത്താനുള്ള തീരുമാനം സമാധാനം തിരികെ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. എന്നാൽ പ്രദേശത്തുനിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന പാക് താലിബാന്റെ ആവശ്യം ഉടൻ പ്രാവർത്തികമാക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം വെടിനിർത്തണമെന്നും സംഭാഷണങ്ങൾ പരാജയപ്പെട്ടാൽ പോലും സൈനിക നടപടികൾ ആവർത്തിക്കരുതെന്നും ലാഹോറിൽ ചേർന്ന മതപണ്ഡിതന്മാരുടെ യോഗം ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.